ഈ ദിനം ഈശോയോടൊപ്പം ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന 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 യേശുവേ ആരാധന ആരാധന തിരുവോസ്തരീവനായ ഈശോയെ, ക്രിസ്മസിന് ശേഷം വരുന്ന 26-ാം തീയതിയിലെ ഈ പ്രഭാത ആരാധനയിൽ ഞങ്ങളുടെ ജീവിതം മുഴുവനും കർത്താവിന് കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. നല്ല ദൈവമേ, ഞങ്ങളെ ഒരു അനുഗ്രഹമായി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നലെ നടന്ന ക്രിസ്മസ് ആഘോഷത്തിൽ വലിയ അനുഗ്രഹങ്ങൾ, വലിയ കൃപകൾ, വലിയ അഭിഷേകം നൽകിയ നല്ല ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയാണ്. 25 നോമ്പിൽ ഞങ്ങൾ ആർജിച്ചെടുത്ത ആത്മീയ അഭിഷേകത്തിൽ നിലനിൽക്കാനുള്ള വലിയൊരു കൃപ തിരുവോസ്തരീവനായ ഈശോയെ, ഈ ശുശ്രൂഷയിലായിരിക്കുന്ന ഓരോ വ്യക്തിക്കും നൽകണമേ എന്ന് കണ്ണുനീരോടെ അങ്ങയുടെ മകൾ പ്രാർത്ഥിക്കുകയാണ്. ആത്മീയമേൽ നിലനിൽപ്പിൻ്റെ ഒരു അഭിഷേകം കിട്ടാൻ 25 ദിവസം ദേവാലയത്തിൽ പോയതുപോലെ, 25 ദിവസവും ഉത്സാഹത്തോടെ ജപമാല എഴുതിയതുപോലെ, 25 ദിവസവും കുടുംബത്തിൽ പ്രാർത്ഥന മുടങ്ങി പോകാതിരുന്നതുപോലെ, 25 ദിവസവും ചില പരിത്യാഗ കാര്യങ്ങൾ ചെയ്തതുപോലെ, ദൈവമേ, ജീവിതത്തിൻ്റെ ഇനിയുള്ള ദിവസങ്ങളിലും തുടർന്നുള്ള ഓരോ ദിവസവും അനുദിന ബലിയുടെയും അനുദിന ജപമാലയുടെയും കുടുംബ പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും എല്ലാം വലിയൊരു അഭിഷേകം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തിരുവോസ്തരീവനായ ഈശോയെ, ആത്മീയമേലെ നിലനിൽപ്പിൻ്റെ അഭിഷേകം കിട്ടാൻ തടസ്സം നൽകുന്ന എല്ലാ അരൂപികളെയും അലസതയുടെ സ്വാധീനങ്ങളെയും യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു. വിട്ടുപോകട്ടെ എന്ന് കൽപ്പിക്കുകയാണ്. ഈ സമയം അനേകം ജീവിതങ്ങളെ ആത്മീയമേലെ നിലനിൽപ്പിൻ്റെ വലിയൊരു അഭിഷേകം നൽകി കർത്താവ് ഉയർത്തുന്ന സമയമാണ്. ആത്മീയമേലെ തുടർച്ചയോടെ നിലനിൽക്കാനുള്ള വലിയൊരു കൃപ ഈ സമയം ദൈവം നമുക്ക് നൽകുന്നതിനെ ഓർത്ത് നല്ല ഈശോയ്ക്ക് മഹത്വം നൽകി, നല്ല ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് ഇരുകരം ഉയർത്തി നമുക്ക് സ്തുതിക്കാം. യേശുവേ 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 എന്ന് സ്തുതിക്കാം. ഈ സമയം ഈശോ നൽകുന്ന ആശീർവാദം സ്വീകരിക്കുകയാണ്. ആശീർവാദത്തിന് ശേഷം അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല എന്നൊരു അനുഭവ സാക്ഷി നമ്മൾ ശ്രവിക്കാം. അനുദിന ജീവിതത്തിൽ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഈ ദിനം ഈശോടൊപ്പം എന്ന ഈ ആരാധന ശുശ്രൂഷ നമ്മൾ തുടരുകയാണ്. എല്ലാ ദിവസവും പ്രഭാതത്തിൽ 5 മണിക്ക് താബോറിൽ നിന്ന് ഈ ശുശ്രൂഷ ടെലികാസ്റ്റ് ചെയ്യുക. അനുദിന ജീവിതം ഒരു അനുഗ്രഹമായി മാറാൻ നമുക്ക് പ്രത്യേകമായി ഈ ശുശ്രൂഷ കൂടി പ്രാർത്ഥിക്കാം. അനേകർക്ക് ഈ ശുശ്രൂഷ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. ഈശോ നമ്മെ അനുഗ്രഹിക്കാൻ നമുക്ക് താഴ്മയോടെ ഈ സമയം മുട്ടുകുത്താൻ പറ്റുന്നവരെ മുട്ടുകുത്താം. ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്തിനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരേ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ യേശുവേ
യേശുവേ യേശുവേ യേശുവേ യേശുവേ യേശുവേ യേശുവേ യേശുവേ യേശുവേ യേശുവേ ആരാധന യേശുവേ ആരാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. എൻ്റെ പേര് ട്രീസ. ഞാൻ കുറുപ്പമ്പടിയിൽ നിന്ന് വരുന്നു. ഒരു പനിയെ തുടർന്ന് എൻ്റെ വായിൽ പെട്ടെന്നൊരു തടിപ്പുണ്ടായി. സ്കാൻ ചെയ്യുമ്പോൾ ക്യാൻസേഴ്സ് ട്യൂമർ ആണെന്ന് ഡോക്ടർ സംശയം പറഞ്ഞു. തുടർന്ന് ഓങ്കോളജിസ്റ്റിനെ കണ്ട് ബയോപ്സി ചെയ്തു. ട്യൂമർ എത്രയും വേഗം സർജറി ചെയ്ത് മാറ്റണം. ബോൺ ഇറോഷൻ ഉണ്ട്. അതിനാൽ എല്ലിൻ്റെ ഭാഗവും നീക്കി പ്ലാസ്റ്റിക് സർജറി ചെയ്യേണ്ടി വരും. കോംപ്ലിക്കേറ്റഡ് സർജറി ആണെന്നും ഡോക്ടർ പറഞ്ഞു. ഓപ്പറേഷന് മുൻപ് ഏഴുമുട്ടം താബോർ ധ്യാനകേന്ദ്രത്തിൽ ശനിയാഴ്ച നടക്കുന്ന റൂഹാഭിഷേകം ബൈബിൾ കൺവെൻഷൻ കൂടി താബോർ മാതാവിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചു. ബഹുമാനപ്പെട്ട ജോർജി പള്ളിക്കുന്നേൽ അച്ഛനോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചപ്പോൾ 130 ദിവസം വെഞ്ചരിച്ച വെള്ളം ഉപയോഗിക്കാനും ജപമാല ചൊല്ലുവാനും പറഞ്ഞു. 6 മാസം കൊണ്ട് സുഖപ്പെടുമെന്നും സാക്ഷ്യപ്പെടുത്തണമെന്നും പറഞ്ഞു. ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. സർജറി 4-5 മണിക്കൂർ വേണ്ടി വരുമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. 2 മണിക്കൂർ കൊണ്ട് ഒരു കുഴപ്പവും കൂടാതെ സർജറി നടന്നു. ബോണിന് ഒരു കുഴപ്പവുമില്ല. ട്യൂമർ മാത്രമേ മാറ്റേണ്ടി വന്നുള്ളൂ. 30 ദിവസത്തെ റേഡിയേഷനും കഴിഞ്ഞു. മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഒരു പ്രശ്നമില്ലാതെ ട്രീറ്റ്മെൻറ്റ് പൂർത്തിയാക്കി. ഇപ്പോൾ ക്യാൻസർ പൂർണ്ണമായി സൗഖ്യപ്പെട്ടു എന്ന് ഡോക്ടർ പറഞ്ഞു. താബോർ മാതാവിൻ്റെ ശക്തമായ മാധ്യസ്ഥയാൽ ഇത്ര വലിയ അനുഗ്രഹം തന്ന ഈശോയ്ക്ക് 1000 നന്ദി. ഈ ദിനം ഈശോയോടൊപ്പം ഈശോയോടൊപ്പം